So continuation of classification of contract. അതോ ചാടി കളിക്കുന്നവിടെ കേക്ക്. So continuation of classification of contract. So classification according to the formation. So according to on the basis of their formation, contracts are classified into three heads. They are express contract, tacit contract, quasi or implied contract. So under that, first one is express contract. Express contract means if the terms of a contract are expressly agreed upon. എക്സ്പ്രസ്ലി അഗ്രീഡ് അപ്പോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഒന്നുകിൽ ഓറലി പറഞ്ഞിട്ടുണ്ടാവും ഓർ ഇൻ റൈറ്റിംഗ്. അറ്റ് ദ ടൈം ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട്, ദ കോൺട്രാക്ട് ഇസ് സെറ്റ് ടു ബി എൻ എക്സ്പ്രസ് കോൺട്രാക്ട്. അതായത് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ആർ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ഓർ മേ ബി ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. ചിലത് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ പറഞ്ഞാൽ മാത്രമേ കോൺട്രാക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എഴുതണം, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒന്നുകിൽ പറയുമോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ, എക്സ് റൈറ്റ്സ് ടു വൈ, ഐ എം വില്ലിംഗ് ടു സെൽ മൈ കാർ ടു യു ഫോർ ₹5 lakh. വൈ ആക്സെപ്റ്റ് എക്സ് ഓഫ് ബൈ അനദർ ലെറ്റർ. അപ്പോൾ എക്സ് വൈക്ക് ലെറ്റർ അയക്കുന്നു, ഞാൻ കാറ് കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വൈ ആക്സെപ്റ്റിംഗ് ദാറ്റ് ഓഫർ ബൈ അനദർ ലെറ്റർ. സോ ദിസ് ഈസ് എൻ എക്സ്പ്രസ് ഓഫർ. രണ്ടാളും എഴുതിയിട്ടാണ് അവിടെ അറിയിക്കുന്നത്. അപ്പോൾ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതാണ്, കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ടേംസ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും, ഒന്നുകിൽ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആർ നോൺ ആസ് എക്സ്പ്രസ് കോൺട്രാക്ട്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, എവിടെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. So an implied contract is one which is inferred from the act or conduct of the parties or course of dealings between them. അതായത് കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടോ എഴുതിയിട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ പാർട്ടീസ് അവർ ചെയ്യുന്ന ആക്ട് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ദേ ആർ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് എന്നുള്ളത്. Such type of contracts are implied contract. It is also known as tacit contract. So the behavior and attitude of parties will lead to an inference that they intended to enter into a contract. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു പബ്ലിക് ബസ്സിൽ കയറുകയാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ബസ് അതോറിറ്റീസായിട്ട്, അതായത് ഡ്രൈവറും കണ്ടക്ടറൊക്കെ ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുമോ? ഞാൻ ബസ്സിൽ കയറി മാനാഞ്ചിറ ഇറങ്ങുന്നു അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു നിങ്ങൾ ആ ബസ് കയറിയാൽ നിങ്ങൾ ആ ആക്റ്റിൽ നിന്നും നമ്മൾ ബസ് അതോറിറ്റീസ് എന്താ മനസ്സിലാക്കുന്നത്, യു ആർ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. അതായത് നിങ്ങൾ ബസ് കയറി മാനാഞ്ചിറയൊക്കെയാണെങ്കിൽ മാനാഞ്ചിറ ഇറങ്ങുന്നു, നിങ്ങൾ ബസ്സിൻ്റെ പൈസ കൊടുക്കാൻ, ബസ് ഫെയർ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ റെഡിയാവുന്നു. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇംപ്ലൈഡ് കോൺട്രാക്ട്. അതായത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് ഇൻഫേർഡ് ഫ്രം ദി ആക്ട് or conduct of the parties or course of dealings between them. Okay. Then third type of contract is quasi contract. Quasi contract എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, it is not a contract at all. It resembles only a contract. ഇവിടെ പാർട്ടീസ് തമ്മിൽ ഒരു കരാറിലും ഒപ്പുവെക്കുന്നില്ല, ഒരു കോൺട്രാക്റ്റേ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതെന്തായി തീരുന്നു എന്നാണ് പറയുന്നത്, കോൺട്രാക്റ്റ് ആയി തീരുന്നു. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ അടുത്ത ഇതിലുള്ള ഒരാൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പക്ഷേ എന്ത് ചെയ്ത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആളുകൾ വന്നിട്ട് നിങ്ങളെ ഡോർ സ്റ്റെപ്പിൽ വെച്ചിട്ട് പോയി.
നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനം വെച്ചാൽ യു കൺസ്യൂംസ് ദ ഹോൾ തിങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾ എന്തായാലും എന്ത് കൊടുത്തോളണം, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിക്കൊള്ളണം. മനസ്സിലായോ? നിങ്ങളും സൂപ്പർ മാർക്കറ്റും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടായോ? ഇല്ല. പക്ഷേ ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്റ്റ്. മനസ്സിലായോ? അപ്പം കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ദ ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് legal rights and obligations against the parties. These obligations are known as quasi-contract. അതായത് quasi-contracts are based on the equitable principle that a person shall not be allowed to enrich himself unjustly at the expense of another. അതായത് നമ്മൾ എന്താക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, ഫ്രീ ആയിട്ടൊന്നും അഥവാ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യു ഹവ് ടു മേക്ക് പേയ്മെൻറ്റ്. ഓക്കെ, such type of contract is known as quasi-contract. Therefore, a quasi-contract has nothing in common with genuine contracts, but the same procedure is used for actions in quasi-contract as in the case of contract. അപ്പം കോസി കോൺട്രാക്റ്റിൽ ഇന്ത്യൻ ലോ ടേം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോസി കോൺട്രാക്ട് certain relations resembling those created by contract. അതായത് ശരിക്കൊരു കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്റ്റ്. അവിടെ പാർട്ടീസിൻ്റെ അത് കണ്ടാൽ നമുക്ക് ശരിക്കും അതൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ പോലെ തോന്നും. നിങ്ങളിപ്പം ഒരു കോൺട്രാക്റ്റും സൂപ്പർ മാർക്കറ്റായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പക്ഷേ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ നടത്തും, നിങ്ങൾ ആ സാധനം യൂസ് ചെയ്തു, നിങ്ങളതിന് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത് ശരിക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതുപോലെ തന്നെയല്ലേ. സോ ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്റ്റ്. ക്ലിയർ ആണോ? So these are the three types of contract according to the formation. Okay, so on the basis of formation, contracts are classified into three. Express contract, അതായത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടോ എഴുതിയിട്ടോ ഉണ്ടാവും. ഇംപ്ലോയിഡ് കോൺട്രാക്ട്, ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലോയിഡ് ഫ്രം ദി ആക്ട് ഓർ ബിഹേവിയർ ഓർ കോണ്ടാക്ട് ഓഫ് ദി പാർട്ടീസ്. തേർഡ് വൺ ഇസ് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ, ബട്ട് ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇതിലുള്ള ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. വോയിഡ് കോൺട്രാക്റ്റ് എന്തായിരുന്നു? വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വോയിഡ് അബിനീഷ്യോ ആവാം, സബ്സിക്വൻ്റ്ലി വോയിഡ് ആവാം. അപ്പോൾ വോയിഡ് അബിനീഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് അറൈസിങ് ഔട്ട് ഓഫ് എ വോയിഡ് അഗ്രിമെൻറ്റ് ഇസ് വോയിഡ് അബിനീഷ്യോ. സബ്സിക്വൻ്റ്ലി വോയിഡ് ആവുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ അത് തുടക്കത്തിൽ വാലിഡ് ആയിരിക്കും. ഞാൻ അന്നേരം ആ ലിക്വർ പ്രൊഹിബിഷൻ ആക്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം. അതായത് ലിക്കർ സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കി, വെൻ ദ ലിക്കർ പ്രൊഹിബിഷൻ ആക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ദാറ്റ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. മനസ്സിലായോ? അതുവരെ ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരുന്നു. അപ്പം എന്താ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ഇല്ലീഗൽ കോൺട്രാക്ട് ആൻഡ് വോയിഡ് കോൺട്രാക്ട് നോക്കാം. എ കോൺട്രാക്ട് വിച്ച് ഇസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഓർ ഇസ് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ഇസ് ഇല്ലീഗൽ. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ അതാണ്, ഏതെങ്കിലും നിയമം വിലക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആയിരിക്കും. ദെൻ നേരെ മറിച്ചിട്ട് വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, എനി കോൺട്രാക്ട് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ വോയിഡ് കോൺട്രാക്ട്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ഇസ് എവറി ഇല്ലീഗൽ കോൺട്രാക്ട് ഇസ് എ വോയിഡ് കോൺട്രാക്ട്. എല്ലാ ഇല്ലീഗൽ കോൺട്രാക്ട്സും എന്താണ്, വോയിഡ് ആവാം, പക്ഷേ ഓൾ വോയിഡ് കോൺട്രാക്ട്സ് ആർ നോട്ട് ഇല്ലീഗൽ. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റാമ്പ് ഇതാക്കേണ്ട സ്ഥാനത്ത് സ്റ്റാമ്പ് ഇല്ലാതെ നിങ്ങളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അപ്പോൾ ഈ എന്ത് ചെയ്യുന്നു, സ്റ്റാമ്പ് പേപ്പർ ഇല്ലാതെ നിങ്ങളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അങ്ങനെ നിർബന്ധമുള്ളൊരു ഇതാണെങ്കിൽ അവിടെ എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വോയിഡ്, ഇറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ. നിങ്ങൾ പഠിച്ചില്ലേ? പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഇല്ലീഗൽ കോൺട്രാക്ട്സും വോയിഡാണ്, ബട്ട് ഓൾ വോയിഡ് കോൺട്രാക്ട്സ് ആർ നോട്ട് illegal. Then all collateral contract depending on an illegal contract are void. നേരെ മറിച്ച് എ വോയിഡ് കോൺട്രാക്ട് ഡസ് നോട്ട് എഫക്റ്റ് എ കൊളാറ്ററൽ കോൺട്രാക്ട്. അതായത് ഇല്ലീഗൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എന്താ പറയുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ എല്ലാ ടൈപ്പ് ഓഫ് കൊളാറ്ററൽ കോൺട്രാക്ട്സും ഇല്ലീഗൽ തന്നെയാണ്. ഇപ്പം എക്സാമ്പിൾ, ലിക്കർ സപ്ലൈ ചെയ്യുന്നത് ലിക്കർ പ്രൊഹിബിഷൻ ആക്ട് വന്നതോട് കൂടിയിട്ട് അത് ഇല്ലീഗലായി മാറുന്നു.
പക്ഷേ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെതായിട്ട് കൊളാട്രൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ലിക്കർ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെയുള്ള കൊളാട്രൽ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി അതോടുകൂടി ഇല്ലീഗലാവുക ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, വോയിഡ് കോൺട്രാക്ട് ഡസ് നോട്ട് എഫക്റ്റ് എ കൊളാട്രൽ കോൺട്രാക്ട്. ഓക്കെ, so next we can see what are the different